ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീർസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ചെറിയ പശുക്കുട്ടി മൂരിക്കുട്ടിയുടെ ലംബി സ്കിന്നിൻ്റെ അപ്ഡേറ്റാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് വേറെ കുറച്ചുകൂടെ ഗൂസിൻ്റെ വിശേഷങ്ങളും അങ്ങനെ എല്ലാമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോയും കണ്ടൻറ്റെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണാം. നമ്മുടെ പിള്ളേരെല്ലാവരും കാലത്തത്തെ വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ്. പാറുണ്ട്, മണിയുണ്ട്, എല്ലാം വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് നോക്കി നിൽക്കുവാണ്. അത് സുന്ദരിയും അവളുടെ മോനെ നമ്മൾ വിളിക്കുന്നത് മമ്മദിൻ്റെ മോനായതുകൊണ്ട് കുഞ്ഞിമമ്മ വിളിക്കണത്. ഇതേ അമ്മണിയും വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടി വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പറമ്പിൽ കൊണ്ട് കെട്ടാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മളുടെ കുഞ്ഞിമമ്മതിൻ്റെ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ലംബി സ്കിന്നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിൻ്റെ ഇപ്പോൾ ഏകദേശം കുറേയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. മുഖത്തെ താടയുടെ അടിയിലുള്ള നീരെല്ലാം മാറി ആ നീരുള്ള സ്ഥലത്ത് കണ്ട 2 പൊട്ട് പോലെ വന്നേക്കുന്നത്. ഉണങ്ങിയിരിക്കുന്നതാണ്, മുറിവില്ല അതിൽ. പിന്നെ മുഖത്തുണ്ടായിരുന്ന സ്ഥലത്ത് അതുപോലെ പുറത്തെ പാടുകളെല്ലാം പോയി. കൈമേലെ നീരെല്ലാം കുറഞ്ഞിട്ടുണ്ട്. കൈമേലെ നീരെല്ലാം നല്ലോണം പറ്റി ആ നീരുള്ള ഭാഗങ്ങളിലെല്ലാമാണ് ഈ കറുത്ത ചെറിയ പൊട്ട് വന്നേക്കുന്നത്. അതെല്ലാം ഉണങ്ങിയിരിക്കുകയാണ്. ഈ കൈപ്പലയുടെ അവിടെ ഉണ്ടായിരുന്നത് മാറി കണ്ട അവിടെയും കണ്ട ഒരു തടിപ്പ് അതുകൊണ്ട് അവിടെയും വലിയൊരു മുഴയുണ്ടായിരുന്നതാണ്. അതെല്ലാം പറ്റിയായിരുന്നു. മേത്തെല്ലാം മാറി. ഇനി ആകെ പണി കിട്ടിയേക്കുന്നത് ഒരു സ്ഥലത്താണ്. അതാണ് ഈ കാണുന്ന ഈ കാലിലുണ്ടായിരുന്ന നീരുണ്ടായിരുന്നല്ലോ, അതിനിടെ പൊട്ടി. ഈ മുറിവ് ഉണങ്ങാൻ പാടാണ്. കാരണം ഒറ്റ വരുന്തോറും അവൻ നക്കിക്കളയുകയും കാക്ക കുത്തിപ്പൊട്ടിക്കുകയും ചെയ്യും. ഡെയിലി 2 നേരം മരുന്ന് വെക്കലും ആൻറ്റിബയോട്ടിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അവനിക്ക് മുറിവിൽ പൊറ്റ വരും. ആ സമയത്ത് തന്നെ ഒന്നില്ലെങ്കിൽ കാക്ക കുത്തിപ്പൊട്ടിക്കും, അല്ലെങ്കിൽ ഇവനിക്ക് നല്ല ചൊറിച്ചിലാണ് പോകുന്നുണ്ട്. നമ്മൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടൈം എടുക്കും ആ മുറിവ് ഉണങ്ങി കിട്ടാൻ എന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുമമ്മദ് ഇപ്പോൾ ഏകദേശം 4 മാസം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടറിയാം. അവൻ പ്രസവിച്ച ഉടനെയാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത്. ഇപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് 3-3.5 മാസത്തിൻ്റെ ഈ അടുത്ത് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്ന്. എനിക്ക് പൊക്കൂലാതാണ്. പക്ഷേ ആൾ നല്ല ഷോർട്ടാണ്, സുന്ദരക്കുട്ടപ്പനുമാണ് ആൾ. കുഞ്ഞുമമ്മദ് കണ്ട 4 മാസമായ കുഞ്ഞുമമ്മദാണ്. വെരി ഷോർട്ട്. എൻ്റെ മുട്ടുകാലിൻ്റെ അത്ര ഇല്ല അവൻ. പിന്നെ നമുക്ക് ഇവനിക്ക് ഈ വയ്യാണ്ടായ സമയത്ത് നമ്മുടെ വാർത്തകൾ ഗൂസുകൾക്ക് വയ്യാണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ആ ടൈം. ഇവനിക്ക് മരുന്ന് കൊടുക്കൽ ഗൂസ് ഒരെണ്ണം ചത്തുപോവുകയും ചെയ്തു. കുഞ്ഞൊരെണ്ണം ചത്തുപോവുകയും ചെയ്തു. 2 കുഞ്ഞുണ്ടായിരുന്നതാണ്. മറ്റേ കഫക്കെട്ട് കൂടിയിട്ട് 2 കുഞ്ഞുങ്ങൾക്കും കഫക്കെട്ട് കൂടിപ്പോയി. ഒരു കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. മറ്റേ ആൾക്ക് മരുന്നെല്ലാം കൊടുത്ത് റിക്കവറായി ഇപ്പോൾ. അപ്പോൾ അതിന് മരുന്ന് കൊടുക്കണം, ഇതിന് മരുന്ന് കൊടുക്കലും കാലത്ത് നല്ല ഹറിബറി പണിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ഗൂസുകളുടെ എല്ലാം വീഡിയോയാണ്. ഇപ്പോൾ വലിയ ഗൂസുകൾ ഒരു മെയിലും 2 ഫീമെയിലുമാണ് ഉള്ളത്. കുഞ്ഞ് കണ്ടിട്ട് മെയിലാണെന്നാണ് തോന്നുന്നത്. ചത്തുപോയ കുഞ്ഞ് ഫീമെയിലായിരുന്നു. കണ്ടിട്ട് ഫീമെയിൽ പോലെയാണ് ഇരുന്നിരുന്നത്. അവൾക്ക് മഴ സമയം കൂടുതലായ കാരണം കഫക്കെട്ട് വന്നപ്പോൾ അറിഞ്ഞിരുന്നില്ല. അതാണ് പറ്റിപ്പോയത്. എന്തായാലും രക്ഷപ്പെടാനുള്ള ആളെല്ലാം രക്ഷപ്പെട്ട് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക. കൂടെ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇടയ്ക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെയും കാണാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളുടെ പെറ്റ്സിൻ്റെ കുഞ്ഞു വിശേഷങ്ങളെല്ലാമാണ് നമ്മൾ ഇടാറുള്ളത്. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.